തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചെന്നാരോപിച്ച് നിരാഹാര സമരവുമായി തടവുകാർ. മാവോയിസ്റ്റ് കേസിൽ തടവിൽ കഴിയുന്ന സന്തോഷ്, വിവേക് എന്നിവരാണ് നിരാഹാര സമരം നടന്നത്. ഇവരുടെ ആരോഗ്യനില മോശമായി. അതിനെ തുടർന്ന് ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ വിയൂരിൽ നിന്ന്. ഈ 13-ാം തീയതിയാണ് വിയൂർ ജയിലിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ അസ്രുദ്ദീൻ എന്ന് പറയുന്ന തടവുകാരനെ ഈ സെല്ലിനകത്തേക്ക് കയറ്റുന്ന സമയത്ത് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസഭ്യം വിളിച്ചു എന്നതായിരുന്നു തർക്കം. ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ആ സമയത്ത് മാവോയിസ്റ്റ് തടവുകാരനായ മനോജ് ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി മനോജും അസ്രുദ്ദീനും അതോടൊപ്പം തന്നെ ഈ പ്രിസൺ ഓഫീസറും തമ്മിൽ തർക്കം രൂക്ഷമാവുകയായിരുന്നു. അങ്ങനെ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ പ്രിസൺ ഓഫീസർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. തൊട്ടു പിന്നാലെ ഇരുവരെയും സെല്ലിലടച്ചിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ചു എന്നുള്ളതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മനോജിനെ തിരുവനന്തപുരത്തെത്തി ഈ മനുഷ്യാവകാശ പ്രവർത്തകർ കണ്ടിരുന്നു. ആ സമയത്ത് മനോജ് ഇവരോട് പറഞ്ഞ കാര്യം 4 മണിക്കൂർ നേരമാണ് തങ്ങളെ ഈ സെല്ലിനകത്തിട്ട് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ മനോജ് തന്നെ ഇവരോട് വ്യക്തമാക്കിയ കാര്യം. പലപ്പോഴും ഈ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരോട് മനുഷ്യത്വരഹിതമായാണ് പെരുമാറുന്നതെന്ന് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നതാണ്. കോടതിയിലടക്കം കേസുകളെത്തുകയും കോടതി ഇത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. അത് നിലനിൽക്കുകയായിരുന്നു. ഒരു സംഘർഷവും പിന്നീട് ഈ മർദ്ദനവും ഉണ്ടായതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിൽ മനോജിനടക്കം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റ് തടവുകാർ ജയിലിൽ നിരാഹാര സമരം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മുതൽ നിരാഹാര സമരം തുടങ്ങിയ സന്തോഷ്, വിവേക് എന്നിവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇവർ നിരാഹാര സമരം തുടരുന്നു എന്നുള്ളത് അത് ജയിൽ വകുപ്പിനെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആരോഗ്യനില വളരെ മോശമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഇന്ന് വിയൂർ അതീവ സുരക്ഷാ ജയിലിന് മുന്നിൽ പ്രതിഷേധമടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ജയിലിലെത്തി തടവുകാരെ കണ്ടതിന് ശേഷം തങ്ങൾ ജയിലിന് മുന്നിൽ പ്രതിഷേധിക്കും എന്നുള്ളതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കെയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.